അല്ലാഹു പറഞ്ഞു കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, ഓരോ ശരീരവും മരണത്തെ രുചി നോക്കുന്നതാണ്. അതെ, ഒരു ശരീരവും അതിൽ നിന്ന് ഒഴിവാവുന്നില്ല. ഒഴിവാവുമായിരുന്നുവെങ്കിൽ മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതം നിലനിൽക്കേണ്ടവരായിരുന്നു. പക്ഷേ നബി തങ്ങളും വഫാത്തായി. വലൗ കാന ഫിദ്ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ദുനിയാവിൽ ഒരാൾക്ക്, ഏതെങ്കിലും ഒരാൾക്ക് എന്നെന്നും നിലനിൽക്കുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബാകുമായിരുന്നു. ഫീഹാ മുഖല്ലദാ, ആ ദുനിയാവിൽ നശിക്കാതെ എന്നും നിലനിൽക്കേണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടതിന്റെ പേരിൽ പരിശുദ്ധമായ ഖുർആനിൽ ഹബീബിനോട് വിളിച്ചു പറയുന്നുണ്ട്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ഓ നബിയേ, നിങ്ങൾ മരിക്കേണ്ടവരാണ്. നിങ്ങൾ മാത്രമല്ല, വ ഇന്നഹും മയ്യിത്തൂൻ, നിങ്ങളെ സമുദായമുണ്ടല്ലോ, അവരും മരിക്കേണ്ടവരാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ ഇത് വിശദീകരിച്ചു. എന്തേ ഇന്നക മയ്യിത്തുൻ എന്ന് ഹബീബിന് ആദ്യം എടുത്തുദ്ധരിച്ചത്? അത് കഴിഞ്ഞിട്ടാണല്ലോ അവിടുത്തെ സമുദായത്തെ പറഞ്ഞത്. ഫദഅബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലിയതൻ ലിന്നുഫൂസ്. വിധങ്ങളല്ലാത്ത മറ്റെല്ലാ ശരീരത്തിനെയും അല്ലാഹു തആല സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നക എന്ന ഹബീബിനെ തൊണ്ടു തുടങ്ങിയത്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ ഇന്നഹും മയ്യിത്തൂൻ, അവരും മരിക്കേണ്ടവരാണ്. ഇത് മഹാന്മാരായ സ്വഹാബികളിലേക്ക്, ലോകരിലേക്ക് കേൾപ്പിക്കപ്പെടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് തന്നെ മരിക്കുമെങ്കിൽ നമ്മൾ മരിക്കുമെന്നുള്ളതിൽ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അർഹമുർ റഹീമീനായ മലിക്കുൽ മുൽക്കായ അല്ലാഹ്, ഞങ്ങൾക്ക് അനുയോജ്യമായ നിന്റെ ദീനിൽ ഉപകരിക്കുന്ന സമയങ്ങളില് നിന്റെ ഖളാ എന്നോണം നിന്റെ ഖളാഇന് വഴിപ്പെടുമ്പോ നീ തൃപ്തിപ്പെടുന്ന സദസ്സിൽ, നീ തൃപ്തിപ്പെടുന്ന സമയങ്ങളിൽ ഞങ്ങളെ റൂഹിനെ പിടിക്കണേ അല്ലാഹ്. നിന്റെ ഔലിയാക്കന്മാരുടെ, അമ്പിയാക്കളുടെ അർവാഹ് ഇറങ്ങുന്ന സദസ്സില് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ, ജുമയുടെ വെള്ളിയാഴ്ചയുടെ പകലിലോ രാത്രിയിലോ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹ് മരിക്കുമെന്നുള്ളതിൽ ഒരാൾക്കും സംശയമില്ല. സംശയിച്ചിട്ടോ അതിനൊരു വകയുമില്ല. മഹാനായ നബി തങ്ങൾ പോലും മരിച്ചവരാണ്. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. എപ്പം നോക്കിയാലും മരണത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണോ. അങ്ങനെ അമിതമായി മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ കൂടുതൽ വേണ്ടാധീനങ്ങളിലേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. വേണ്ടാത്തത് നിങ്ങൾ പ്രവർത്തിക്കില്ല. തെറ്റായ ദിശയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കില്ല. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ഒരു സദസ്സിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഖദിസ്തഅലാ ഫീഹിൽ ലഹ്ഖു, ആ സദസ്സിൽ നിന്ന് ചിരി പൊട്ടി ഉയരുകയാണ്. പല ആളുകളും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ശോഭോ മജ്ലിസകും ബിദിക്രി മുകദ്ദിരിൽ ലദ്ദാത്ത്.
എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മുഖദ്ദിറുൽ ലദ്ദാത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണേ. ആ മുഖദ്ദിറുൽ ലദ്ദാത്തിനെ ഓർമ്മയെ നിങ്ങളെ സദസ്സിനോട് കൂട്ടിക്കുഴക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ നിബിതങ്ങളതാ സ്വഹാബികളോട് പറയുമ്പോ മഹാന്മാരായ സ്വഹാബികൾ നിബിതങ്ങളോട് ചോദിക്കുകയാണ്, അമാ മുഖദ്ദിറുൽ ലദ്ദാതി യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ എല്ലാ രസങ്ങളും മുറിച്ചു കളയുമെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം? ഉടനെ തന്നെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മൗതു, മരണം യാഥാർത്ഥ്യമാണ്. ആ മരണം വന്ന മക്കൾക്ക് നിങ്ങളെ വേണ്ട. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന സന്തോഷത്തോടുകൂടെ ജീവിതം നയിച്ചിരുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ വേണ്ട. ആ മരണം വന്ന നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങളെ വേണ്ട. എല്ലാ രസങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണോ. നിങ്ങൾ എവിടെ ഒരു സദസ്സിൽ സംഘടിക്കപ്പെടുമ്പോഴോ അവിടെയെല്ലാം വേണം മരണമെന്ന ഒരു വിഷയം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറയുന്നു, നിങ്ങളാ മരണത്തെക്കുറിച്ച് ഓർത്താ നിങ്ങളിങ്ങനെ ചിരിക്കില്ല, അമിതമായി നിങ്ങൾ ആഹ്ലാദിക്കില്ല, വേണ്ടാധീനങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുകയില്ല. ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി എന്നിട്ടോ നബി തങ്ങളെ സ്വഹാബത്തിനോട് പറയുകയാണ്, അമാ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, ഒരുത്തനെ തന്നെയാണ് സത്യം, മുഹമ്മദാകുന്ന പ്രവാചകരുടെ ആത്മാവിനെയും ശരീരത്തിനെയോ ഏതൊരു ദൈവമാണോ ഏതൊരു പടച്ച തമ്പുരാനാണോ നിയന്ത്രിക്കുന്നത്, അങ്ങനത്തെ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിയുകയാണെങ്കിൽ, മരണത്തെക്കുറിച്ച് എനിക്ക് കിട്ടിയ പരിജ്ഞാനം പോലെ നിങ്ങൾക്ക് വല്ല പരിജ്ഞാനവും ഉണ്ടാകുകയാണെങ്കിൽ, ലദഹിക്തും ഖലീലാ, നിങ്ങളെ കുറഞ്ഞ സമയങ്ങളിലേ ചിരിക്കോ, വലബകൈതും കസീറാ, സമയം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ സമുദായം വഴിവിയച്ചതും ഇവിടെ തന്നെയാണ്. എന്തുകൊണ്ട് ഇസ്ലാമിന്റെ വാക്താക്കൾക്ക് യജമാനനായ റബ്ബിന് വഴിപ്പെടാൻ മടി വന്നു? എന്തുകൊണ്ട് ഇസ്ലാമിന് ഉപകരിക്കുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നമ്മുടെ വരും തലമുറക്കും ഇപ്പോഴുള്ള ഇളതലമുറകൾക്കും സാധിക്കുന്നില്ല? അവരെല്ലാം ജീവിച്ച് രസിക്കുകയാണ്. ഏറി വന്നാൽ 60 കൊല്ലത്തെ ജീവിതമല്ലേ ഉള്ളൂ, അതിവിടെ അടിച്ചു പൊളിക്കുക എന്ന ചിന്തയാണ്. ഇല്ല, ഈ ജീവിതത്തോടുകൂടെ നശിക്കാനുള്ളതല്ല നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിന് റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നൊരു കാലമുണ്ടോ? ആ കാലത്തെ രക്ഷപ്പെടേണ്ടവരാ മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓ എന്റെ സമൂഹമേ, ഞാൻ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയതുപോലെ നിങ്ങളെങ്ങാനും മനസ്സിലാക്കുകയാണെങ്കിൽ ലദഹിക്തും ഖലീലാ, കുറഞ്ഞ സമയമേ ചിരിക്കോ, വലബകൈതും കസീറാ, നിങ്ങൾക്ക് ധാരാളം കരയാനേ സമയമുണ്ടാവുകയുള്ളൂ. ആത്മീയമായ പ്രഭാഷണം കേട്ടുകൊണ്ട് കരയാൻ, റബ്ബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കരയാൻ, ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് ചിന്തിച്ച് കരയാൻ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയിട്ട് കണ്ണീരൊഴുക്കാൻ നിങ്ങളെ സമയം കാണോ? മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടില്ലയോ? കുല്ലു ഐനിൻ ബാക്കിയാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരുമ്പോ മഹ്ശറ ലോകത്തെ എല്ലാ കണ്ണുകളും കരയാനുള്ള കണ്ണാ, എല്ലാവരും കരയുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ
കണ്ണുകളും കരയോ? എന്നിട്ടോ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇല്ല ഇല്ല ഐനുൻ ഖലത് അൻ മഹാരിമില്ല. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് കണ്ണുകൂട്ടി വെച്ചവരുണ്ടല്ലോ, അവൻ നാളെ ആഖിറത്തിൽ കരയേണ്ടവനല്ല. മുഹമ്മദ് മുസ്തഫ നാളെ ആഖിറത്തിൽ സന്തോഷിക്കേണ്ട കണ്ണ് വേണോ? നരകത്തിൽ കടക്കാത്ത കണ്ണ് വേണോ? എന്നാ ഇല്ല ഐനുൻ ഖലത് അൻ മഹാരിമില്ല. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് കണ്ണുകൂട്ടി വെച്ചവൻ നാളെ ആഖിറത്തിൽ കരയൂല്ല. വഅൈനുൻ ബകത് മിൻ ഖശിയത്തില്ലാ. ഭൂലോകത്ത് വെച്ചുകൊണ്ട് യജമാനനായ റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്ത് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടൊരിറ്റ് കണ്ണുനീരൊഴുകിയവനുണ്ടോ? അവനും നാളെ ആഖിറത്തിൽ കരയില്ല. നബി മുഹമ്മദ് മുസ്തഫ